ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ചക്ക വേവിച്ച് ഉടച്ചതും പിന്നെ അതിനോടൊപ്പം തന്നെ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയും കൂടിയാണ് കാണിക്കുന്നത്. റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചക്കയും ചക്കക്കുരുക്കും ഞാൻ അല്പം വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിതാ ഒരു കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു 1.5 കപ്പോളം തേങ്ങ ചിരക്കിയത്, 8-10 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തും ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണോളം കുരുമുളകാണ്. ഇത്രയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. അതായത് തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ കളറായി വരുന്നവരൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു തേങ്ങ ഈ ഒരു പാകം എത്തിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവയുടെ പൊടിയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് ഒരു ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വറുത്ത് ആ ഒരു സ്മെല്ല് വരില്ല. ആ ഒരു ടൈം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കും. ഇനി ഇതാ ഒരു മൺചട്ടിയിലോട്ട് നമ്മൾ കറി വയ്ക്കുന്ന ഒരു ചട്ടിയാണ്. അതിലേക്ക് 2 കപ്പ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള പ്രോൺസ്, 2-3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 8-10 ചെറിയ ഉള്ളി ഒന്ന് നീളത്തിന് മുറിച്ചതും, ഒരു തക്കാളി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും, ആവശ്യത്തിന് ഉപ്പും, ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ പ്രോൺസ് നിന്നൊക്കെയുള്ള വെള്ളമൊക്കെ തന്നെ ഇങ്ങനെ വന്നത് ഇതുപോലെ ഒന്ന് ആയി കിട്ടും. അപ്പോൾ ആ ഒരു വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ടായിരുന്നു നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ല ആ ഒരു അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ടായിരിക്കും. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണേ. അപ്പോഴാണ് ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റും ആ ഒരു കൊഴുപ്പൊക്കെ കിട്ടുന്നത്. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഒരു കൂട്ടും കൂടെ നമുക്കിനി ചെമ്മീനിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു കറിയുടെ ഒരു കട്ടിക്കനുസരിച്ചിട്ട് നമുക്ക് ആവശ്യം പോലെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കട്ടിയാകാനും പാടില്ല, എന്നാൽ തീരെ ലൂസാകാനും പാടില്ല. ആ ഒരു പാകത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ അതുപോലെ തന്നെ 2-3 കഷ്ണം കുടമ്പുളിയൊന്നും വെള്ളം ഒഴിച്ചൊന്ന് മാറ്റി വെച്ചിരുന്നതാണ്, കുതിർന്ന് വന്നതാണ് കേട്ടോ. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് അടച്ചു വെച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കറി ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ചക്ക കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അരപ്പാണ് കേട്ടോ. ഒരു കപ്പോളം തേങ്ങ ചിരകിയതും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, 2-3 ചെറിയ ഉള്ളിയും, പിന്നെ 1 തണ്ട് കറിവേപ്പില, കുറച്ച് കുരുമുളക്, ഒരു ടീസ്പൂണോളം മതിയാകും കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചതച്ച് ആ ഒരു ചക്കയും ചക്കക്കുരു വേവിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു അരപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് അടച്ചു വെച്ച് വീണ്ടും നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. നമ്മളൊന്ന് ഉടച്ചെടുക്കാൻ പാകത്തിലൊന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ കറിയും ആ ഒരു ചക്കക്കൂട്ടാനൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ചക്കക്കൂട്ടാൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് നല്ല രീതിയിലെല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഉടച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് തണുത്ത് വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി കിട്ടും കേട്ടോ. ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നത് കാര്യമാക്കണ്ട. അപ്പോൾ അതാ നമ്മുടെ ഒരു ചക്കക്കൂട്ടാനോട് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊരു പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്യണേ. അത് പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ചാള അല്ലെങ്കിൽ മത്തി എന്നൊക്കെ പറയും, അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതും പിന്നെ ഇതാ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൊഞ്ച് കറി, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. അപ്പം ചെമ്മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു ചെറിയ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.